ready to go? Okay. Once again, welcome to the new session. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സുസ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ ഒരു ചോക്ലേറ്റ് തിന്നിട്ട് ആണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചതെങ്കിൽ ഇന്ന് ചോക്ലേറ്റും കൊണ്ട് സാധിക്കുന്നതല്ല, അതുക്കും മേലെയാണ്. കാരണം നിങ്ങൾ ഒരുപാട് ആൾക്കാർ ക്ലാസ്സിൽ വന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നതും അതുപോലെ തന്നെ യൂട്യൂബിലൂടെ യൂട്യൂബിലൂടെ നല്ല പ്രതികരണങ്ങൾ എല്ലാവരും നൽകുന്നതിനും ഓരോ വീഡിയോ ഒക്കെ ഇപ്പൊ തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 7,500 ലബോ വ്യൂസ് ഒക്കെ ഇപ്പൊ തന്നെ വന്നിരിക്കുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂറും ഒക്കെ ദൈർഘ്യമുള്ള എൻ്റെ വീഡിയോസ് ക്ലാസ്സുകൾ മുഴുവനായിട്ടും കേട്ടിട്ട് അഭിപ്രായം പറയാൻ അവർ താല്പര്യപ്പെടുന്നു. സന്തോഷത്തോടു കൂടി എല്ലാവരും സ്വീകരിക്കുന്നു. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ദൈവത്തിൽ അർപ്പിതമായ ദൈവം നൽകിയ ഒരു നിയോഗത്തെ ഞാൻ ഇവിടെ നിങ്ങളെ മുന്നിൽ തരുമ്പോൾ നിങ്ങളെല്ലാവരും അതേപോലെ എനിക്കത് തിരിച്ചു നൽകുന്നു എന്നതിലുള്ള വലിയ ഒരു ആദരവ്, വലിയൊരു കൃതജ്ഞത ഞാൻ പ്രകടിപ്പിക്കുകയാണ്. എല്ലാവരോടും വീണ്ടും വീണ്ടും നന്ദി. വീണ്ടും വളർത്തുക, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. ഓരോ ദിവസവും നമ്മുടെ ആൾക്കാർ കൂടിക്കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്കും വരാൻ ആൾക്കാർ തയ്യാറാണ്. ഞാൻ ഇവിടെ കാണുന്ന മുഖവും ക്ലാസ്സിലെ മുഖവും എൻ്റെ പുറത്തെ മുഖവും എല്ലാം ഒന്നാണ്. ഒരേപോലെ എന്നും നിൽക്കാനാണ് എനിക്കിഷ്ടം. എന്നറിയുന്നവർക്കൊക്കെ അറിയാം. അറിയുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നത് മാത്രമാണ് എൻ്റെ കടമ. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ഉണ്ടാവുന്ന പോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി രാവിലത്തെ മെഡിറ്റേഷനൊക്കെ വരുന്ന ആൾക്കാർ 5:30 മണിക്കൊക്കെ എഴുന്നേറ്റ് വരുന്നതാണ്. ഞാനിവിടെ 3:45 എഴുന്നേക്കണം. അതാണ് ഞാൻ എഴുന്നേറ്റിരിക്കുന്നത്. കാലങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. 5:30 മണിക്കൊക്കെ എഴുന്നേറ്റ് 1 മണിക്കൂർ ആ സംഭവത്തിന് പഠിച്ച് ജീവിതത്തിൽ മാറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാർ തയ്യാറായി വരുന്നുണ്ട് എന്നറിയുന്നതിൽ അത്രയും സന്തോഷം അനുഭവിക്കുകയാണ്. ഏതായാലും നന്ദി മാത്രം. അപ്പോൾ ഇന്നത്തെ വിഷയം അല്ലേ, ഇന്ന് നമ്മൾ പതിവ് പോലെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമുള്ള ഒരേ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ നമുക്ക് വേണം. ജീവിതം നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം അല്ലെ. ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ജീവിതം ഉണ്ടാവുകയാണോ ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? എനിബഡി നോ ദ ആൻസർ? ലൈഫ് ഈസ് എന്താ പറയുക, ലൈഫ് ഉണ്ടാവുകയാണോ ലൈഫ് ഉണ്ടാക്കിയെടുക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമോ? ഒന്ന് മ്യൂട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ടൈപ്പ് ചെയ്യണം. ടൈപ്പ് എവരിബഡി ടൈപ്പ്. ജീവിതം ഉണ്ടാവുകയാണോ ഉണ്ടാക്കിയെടുക്കുകയാണോ ചെയ്യുന്നത്? യെസ്, ഉണ്ടാക്കുക. മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ ടൈപ്പ് മാത്രമേ ചെയ്യാവേ പ്ലീസ്. ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എല്ലാവർക്കും അഭിപ്രായമാണല്ലോ, വ്യത്യാസമില്ല. അത് തന്നെയാണ് ഞാൻ എന്നും എൻ്റെ ക്യാപ്ഷനിൽ പറയുന്നത്. എവറി മാൻ ഈസ് ആൻ ആർക്കിടെക്ട് ആൻഡ് ക്രിയേറ്റർ ഓഫ് ഹിസ് ഓൺ ലൈഫ്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിലെ ശില്പിയും നിർമ്മാതാവുമാണ്. ഇത് ഓക്കെ ആണല്ലോ, ഇത് കറക്റ്റ് ആണല്ലോ, ആർക്കും എതിരെ അഭിപ്രായമില്ലല്ലോ. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തെ ഉണ്ടാക്കാനും അതായത് അതിന് ശില്പിയാക്കാനും അതുപോലെ തന്നെ നിർമ്മിക്കാനുമുള്ള എല്ലാ കഴിവുകളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന സംഭവമാണല്ലോ. എവരിബഡി ആക്സെപ്റ്റ് ഇറ്റ്? യെസ് ഓർ നോ? ആക്സെപ്റ്റ് ചെയ്യുന്നവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ, കമന്റ് ചെയ്യൂ. പോരട്ടെ. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. പിന്നെ എവിടെയാണ് നമുക്ക് പരാതികൾ ഉണ്ടാവുക? നമ്മളായിട്ടുണ്ടാക്കിയ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ പരാതി പറയുക? ആരോടാണ് നമ്മൾ പരാതി പറയുക? പരാതി പറയുന്നത് അപ്പോൾ അഭികാമ്യമാണോ അല്ല അത് പാടില്ലാത്തതാണോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, നമ്മളായിട്ടുണ്ടാക്കി വെച്ച നമ്മുടെ ജീവിതം. യെസ്, there you are കിച്ചു, you said the same thing. നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദി നമ്മളായിരിക്കുമ്പോൾ മറ്റൊന്നിനും ഇവിടെ യാതൊരു പ്രാധാന്യമില്ല. നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ തന്നെയാണ്.
മറ്റതെല്ലാം നമുക്ക് വേണ്ടിയുള്ള സപ്പോർട്ടിങ്ങോ മറ്റുമായ ഘടകങ്ങളാണ് അല്ലേ. എല്ലാം സപ്പോർട്ടിങ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണോ? കുന്നിനും മലയും ഇടയിലുള്ള ഇത് എവിടെയാണ് സപ്പോർട്ട് വരുന്നതെന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സപ്പോർട്ടീവ് ആയിരിക്കില്ലല്ലോ. ആണോ? ആയിരിക്കില്ല. നമ്മുടെ ബോഡിയിൽ തന്നെ എല്ലാം നമുക്ക് ഒരുപോലെ സപ്പോർട്ടീവ് ആണോ? ഇടത് കൈ തരുന്ന സപ്പോർട്ട് വലത് കൈ തരുമോ? സ്വാഭാവികമായി ഉണ്ടാവില്ല. എങ്കിൽ നമ്മൾ ഈ പരാതി പറയുമ്പോൾ ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്? ഭർത്താവിനെ, ഭാര്യയെ, അമ്മയെ, അച്ഛനെ, പാർട്ട്ണറെ, കുഞ്ഞുങ്ങളെ? ഇത് ശരിയാണോ? ഇതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, യുക്തിയുണ്ടോ? ഇല്ലല്ലേ. അപ്പോ ഇന്നിപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തിരിച്ചറിഞ്ഞു ഞാനിപ്പോ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് ജീവിതം മാറ്റപ്പെടുത്തണ്ടേ? ഇതുവരെ സംഭവിച്ചതോ സംഭവിച്ചു. റെഡി? ഇന്നലെ കാണിച്ചത് ഓർമ്മയുണ്ടല്ലോ. റെഡി? അപ്പൊ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എല്ലാവരും റെഡിയാണോ? ഒരു പ്രതിജ്ഞ എടുക്കാം. എല്ലാവരും റെഡിയാണോ? എവരിബഡി റെഡി ആണെങ്കിൽ റെഡി എന്ന് പറയും എല്ലാവരും. എനിക്കിപ്പോ ഈ 35 പേരെയും കാണണം. റെഡിയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തെ എല്ലാ ഉത്തരവാദിത്വം നമുക്കാവുമ്പോൾ നമ്മൾ പരാതി പറയുന്നത് നമ്മളോട് തന്നെയാണെന്ന്, നമ്മളെ തന്നെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള പൂർണ്ണ തിരിച്ചറിവ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായെങ്കിൽ നമുക്ക് ഇനി അത് വേണോ വേണ്ടയോ? നമുക്കത് വേണ്ട അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മൾ പറയും വേണ്ട, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നിങ്ങൾക്ക് യൂട്യൂബ് കാണുന്നവർ നിങ്ങൾ എല്ലാവരും ഒരു മിനിറ്റ് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ ആ പ്രതിജ്ഞ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ ജീവിതത്തിൽ ഞാൻ ഒരു 4 വർഷം മുമ്പ് മാറ്റപ്പെടുത്തിയതാണ്. എനിക്ക് എന്നെ തന്നെ വലിയ കുറ്റമായിരുന്നു. ഈ കാണുന്ന ഞാൻ ഇങ്ങനെയൊക്കെ അന്നല്ലായിരുന്നു കേട്ടോ. ഞാൻ പഴയ എന്റെ രൂപത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഈ ചിരിയൊന്നും ഇങ്ങനെ വരില്ലായിരുന്നു. ഇങ്ങനെ ചിരിക്കാനൊന്നും എനിക്കപ്പോൾ പറ്റില്ലായിരുന്നു. കാരണം ഭയങ്കരതില്ല. പിന്നെ ഞാൻ ഈ കുറ്റപ്പെടുത്തൽ നിർത്തിയപ്പോൾ ഓക്കെ, പ്രതിജ്ഞ വേണം, എടുക്കല്ലേ? റെഡിയല്ലേ? എഴുതി വെച്ചോളൂ. നിങ്ങളുടെ മുമ്പിൽ പെന്നും പേപ്പറും ഉണ്ടല്ലോ. എല്ലാ ദിവസവും ഉണ്ടാവുമല്ലോ അല്ലേ? ദിനേശ് തുങ്ങത്തിന്റെ ക്ലാസ്സിൽ വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു പെന്നും ഒരു പേപ്പറും ഇല്ലാതെ ഒറ്റയാണ് ശൈലേക്ക് ഇപ്പോൾ ഓടിപ്പോണം. ഒരാളും വന്നിരിക്കരുത്. കാരണം ഇത് ആവശ്യമുള്ള സാധനം ഇവിടെ ഉണ്ടാവും എഴുതി വെക്കാനായിട്ട്. ഇല്ലാത്തവർ പെട്ടെന്ന് എഴുതി എടുത്തോണ്ട് കേട്ടോ, പെട്ടെന്ന് എടുത്തോണ്ട്. ഇത് എന്തെന്ന് ഒരു സൂപ്പർ സാധനം നമ്മൾ ഇന്ന് തീരുമാനിക്കാൻ പോവാണ്. ജീവിതത്തിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. റെഡിയല്ലേ? ഷെയ്ഖ് നൗഷാദ് റെഡിയല്ലേ? ജീവിതത്തിലെ ഒന്നാമത്തെ ടേണിംഗ് പോയിന്റ് എടുക്കാൻ റെഡിയല്ലേ? യെസ്. ഇന്ന് ഡേറ്റ് എത്രയാണ്? 22/8 എഴുതിക്കോളൂ. 22/8/2024. മായാദേവി, എന്താണ് എഴുതാൻ ബുദ്ധിമുട്ട്? 22/8/2024 രാത്രി. നമ്മൾ ഇന്ന് തീരുമാനിക്കുകയാണ്, ഇനി ഞാൻ, നിങ്ങളെ പേര് എഴുതിക്കൊള്ളുക, ഇനി ഞാൻ ഒരിക്കലും ജീവിതത്തിൽ കുറ്റപ്പെടുത്തുകയോ പരാതി പറയുകയോ ചെയ്യില്ല. ദിനേശ് മുങ്ങത്തായ ഞാൻ 28/2/2024 രാത്രി 9:30 മണിക്ക് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഇനി മുതൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരാതി പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യില്ല. അത്ര ഇങ്ങനെ ഒരു ഇടപെടുന്ന ആരും വിചാരിച്ചില്ലല്ലേ ക്ലാസ്സിൽ വരുമ്പോൾ? ഇതൊരു പ്രതിജ്ഞയൊക്കെ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ സാറിന് ഇത് എന്തിന്റെ ആവശ്യമാണ്? സമാധാനത്തിൽ ഇവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് ഇവിടെ ക്ലാസ്സിനും കൊണ്ടുവന്നു പ്രതിജ്ഞയൊക്കെ ചെയ്യിപ്പിക്കുക. പരാതി പറയാതെ ചായ കൊണ്ടുതരുന്നതിൽ അവൾ ഉപ്പിട്ട് കൊണ്ടുവന്നാലും ഞാൻ പരാതി പറയാൻ പാടില്ല എന്നുള്ള അവസ്ഥ വരും അല്ലേ? അങ്ങനെ അല്ല കേട്ടോ ഇതിന്റെ അർത്ഥം. അങ്ങനെയൊന്നും എടുത്തേക്കല്ലേ എന്ന് കരുതിട്ട് ഭാര്യയും ഭർത്താവ് രണ്ടുപേരും കേൾക്കുന്നുണ്ട് നാളെ ഉപ്പിന് പകരം എനിക്ക് ഉപ്പിന് പകരം പഞ്ചസാരയ്ക്ക് ഒരു ഉപ്പും കൂട്ടിക്കരുന്ന് ഭർത്താവ് പരാതി പറയില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. അതൊന്നും അല്ല കേട്ടോ. അവനവനോടുള്ള പരാതിയാണ് പറഞ്ഞത്, അവനവനോടുള്ള കുറ്റപ്പെടുത്തലാണ് പറഞ്ഞത്. മറ്റതാണെങ്കിൽ എളുപ്പ വഴിയുണ്ടല്ലേ? ചായക്ക് പഞ്ചസാര ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞാൽ മതി, കുറ്റപ്പെടുത്താതെ പറഞ്ഞാൽ മതി. ഇതിന് പഞ്ചസാര ഇട്ടിട്ട് വാ എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ എന്താ പറയണേ? നമ്മൾ എന്താ ചെയ്യുന്നേ? 2 ചാറ്റവും 2 ഒച്ചപ്പാടും. അപ്പൊ കൊണ്ടുവന്ന ആൾക്ക് ഒന്നും മനസ്സിലായി, ഇത് എന്താ സംഭവിച്ചു ഇപ്പൊ ഇവിടെ. ചില ആൾക്കാർ ഒറ്റ ഏറും വെച്ചു കൊടുക്കും. ഞാനൊക്കെ പണ്ടിങ്ങനെ ആയിരുന്നു കേട്ടോ. വൈഫൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എങ്ങനെ ആയിരുന്നു കേട്ടോ. ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലേറ്റ് ഇങ്ങനെ എടുത്ത് ഒറ്റ ഏറാ. എന്താന്നുള്ള സംഭവം ഒന്നും അറിയില്ല. അത്രയും അവസ്ഥയിലായിരുന്നു. എന്റെയൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചതാ. എന്റെ ജ്യേഷ്ഠനൊക്കെ രാത്രി 12 മണിക്കൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ഉറങ്ങുണ്ടാവും. അപ്പൊ അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ജ്യേഷ്ഠനൊക്കെ.
ഇളകി വിളമ്പി കൊടുക്കും. ആ വന്നിട്ടൊരു എറിയലുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് എത്തുമല്ലോ, സ്വാഭാവികമായിട്ട് ചെറുപ്പത്തിലുള്ള ഇതൊക്കെ വന്ന് ഇത് തിരിച്ചറിഞ്ഞ കാലം വന്നപ്പോൾ ഒരിക്കലും അപ്പൊ ഈ പ്രതിജ്ഞയാണ് പറഞ്ഞത്. അപ്പൊ അത്രയും നമ്മളത് മനസ്സിലാക്കുക. അപ്പൊ ഇന്നത്തെ പറയാൻ പോകുന്ന വിഷയം ഇതല്ല. ഇന്നത്തെ ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു വന്നത് അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഈ ക്ലാസ് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രിയപ്പെട്ട സഹോദരി ഒരു വോയിസ് മെസ്സേജ് അയച്ചു. ആ വോയിസ് മെസ്സേജിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അവർ തീരുമാനമായി, എല്ലാം റെഡിയല്ലേ, ഇതെല്ലാവരും എഴുതിയല്ലോ, എവറിബഡി ഓക്കെ? ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? സോറി ഐ കാൻ ഡു ദിസ് എന്നുള്ള ഒബ്ജക്ഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേ, ഞാൻ തിരുത്താൻ തയ്യാറാണ്. എവറിബഡി എഗ്രി ആണെങ്കിൽ എഗ്രി എന്ന് പറഞ്ഞോ. എഗ്രി എന്ന് എഴുതിയാൽ മതി. എന്ന് മാത്രം എഴുതിയാൽ എഗ്രി. കൂടുതൽ എഴുതണ്ട. ആരും എഗ്രി അല്ലേ? ആരും ഇല്ലേ? ഇല്ല. യെസ് 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 യെസ്. അപ്പൊ ഉണ്ട് നിങ്ങൾ. ഞാൻ പേടിച്ചു പോയി, ഞാൻ മാത്രമായോ പറഞ്ഞിട്ട് ആരും ഇത് എഗ്രി ചെയ്തില്ലേ. താങ്ക് യു. എന്നാലും പോരട്ടോ, ഫ്ലോ പോരാ. അത് ഫുള്ളായിട്ട് അംഗീകരിച്ച് നിങ്ങൾ അതിനകത്ത് നിൽക്കണം. കുറെ ആൾക്കാർ ഇപ്പോഴും അത്ര കണ്ടത് സാരമില്ല കേട്ടോ, നിങ്ങൾ സമയം വരുമ്പോൾ നിങ്ങൾ ആയിക്കോളും. യെസ് താങ്ക് യു എല്ലാവരും താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിൽ കിടക്കാം അല്ലെ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ആരും പറയാത്ത പണം ലഭിക്കാനുള്ള ടെക്നിക്ക്. വേണോ? എവരിബഡി വാണ്ട് ദിസ്? വേണോ? യെസ് ഓർ നോ? യെസ് പറയൂ. യെസ് പറയട്ടെ. അടുത്ത ആഴ്ച ഒന്നും നമ്മൾ ബന്ധങ്ങളെ പറ്റി പറയാം, അല്ലെങ്കിൽ മറ്റേതും പറയട്ടെ. പണം കുറേ ദിവസം പണം മാത്രം മതി നമുക്ക്. യെസ് പറയട്ടെ. എല്ലാവരും വരട്ടെ. എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒരു സുഖമുണ്ടോ? ഓക്കെ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ പണം ഉള്ളവനും പണം ഇല്ലാത്തവനും തമ്മിലുള്ള ഫിസിക്കലായിട്ടുള്ള ഏറ്റവും വലിയ അന്തരം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ അന്തരം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ? കാശുള്ള ഒരാൾക്കും കാശില്ലാത്ത ഒരാളെയും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും 90%, ഫുള്ള് പറയുന്നില്ല, 90% യെസ് ദാറ്റ്സ് ഇറ്റ് അല്ലേ? ഇതെല്ലാം ഒരുപോലെ. അപ്പൊ അങ്ങനെയാണ് ജയപ്രകാശ്, ഞാൻ റിച്ച് അല്ലേ ഇങ്ങനെ ഡ്രസ് ഇട്ടിരിക്കുന്നത് അല്ലേ? താങ്ക് യു. ഡ്രസ്സിങ് മാത്രമല്ല കേട്ടോ. ഏറ്റവും വലിയ അന്തരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയാം. എന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിക്കണം കേട്ടോ. പൈസ ഉള്ള ആളും ഇല്ലാത്ത ആളും തമ്മിൽ ഒരു വലിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണെന്നറിയോ ഇതിന്റെ പേര്? അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സീക്രട്ട്. ഇതില്ലാത്തവർ പൈസക്കാരനാവില്ല. പൈസ ഉള്ളവൻ യഥാർത്ഥമായി സമ്പത്ത് അനുഭവിക്കുന്നവൻ. അങ്ങനെ ഞാൻ മാറ്റി പറയൂ കേട്ടോ. പൈസ കോടികളുണ്ട്, ബ്ലേഡ് കമ്പനിയൊക്കെ നടത്തുന്നവനായിരിക്കും, അത് വേറെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ പൈസയെ അനുഭവിക്കുന്നവൻ, സമ്പത്തിനെ അനുഭവിക്കുന്നവൻ എപ്പോഴും ഒരു കാര്യം അവനിൽ കൂടുതലായിരിക്കും. ദരിദ്ര എന്താ പറയുക, പണമില്ലാത്തവൻ അല്ലെങ്കിൽ സമ്പത്തില്ലാത്തവൻ, ദാരിദ്ര്യ രേഖയിൽ കഴിയുന്നവൻ ഇതുണ്ടാവില്ല. ഇതിന്റെ പേരാണ് എനർജി എന്ന് പറയുന്ന സാധനം. അവൻ ഫുൾ ടൈം എനർജൈസ്ഡ് ആയിരിക്കും. ഏത്? ഈ പൈസയുള്ള സമ്പത്തുള്ളവൻ അല്ലേ? യു അഗ്രി ദാറ്റ് ഓർ നോട്ട്? മറ്റവൻ എന്നും ഇങ്ങനെ ആയിരിക്കും. അഗ്രി ഓർ നോട്ട് അഗ്രി? ഈ പറഞ്ഞ ശരിയാണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ട്? ഇപ്പൊ നിങ്ങൾ കണക്ട് ചെയ്ത് തോന്നിയോ? അതായത് സമ്പത്തുള്ളവർ, ജീവിതത്തിൽ സമ്പത്ത് നേടിയവർ എല്ലാവരും അവർ എനർജൈസ്ഡ് ആയിരിക്കും. ഈവൻ കഴിയുന്ന മരിക്കും വരെ ആയിരിക്കും. ചിലപ്പോൾ മരിക്കുന്ന തലേ ദിവസം വരെ അവർ ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ മറ്റവൻ കിടന്ന് നരകിച്ച് എന്താ വല്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടായിരിക്കും അവൻ അല്ലെങ്കിലേ പൈസയില്ല, ജീവിതം മുട്ടിയെടുക്കുകയാണ്. എന്നിട്ടും ഒരു 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ബെഡ് റെസ്റ്റ് ഒക്കെ ആയിട്ടായിരിക്കും മരിക്കുന്നത്. എല്ലാവരും അഗ്രി ചെയ്യുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞത്? എനിക്ക് എല്ലാവരും കിട്ടിയിട്ടില്ല, 10-15 പേരെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവര് അറിയില്ല എന്നാണോ, ശ്രദ്ധിച്ചിട്ടില്ലെന്നാണോ? എന്നാൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊരു വളരെ വാല്യൂഡ് ആയ പോയിന്റ് ആണ്. ഈ എനർജി ഉള്ളവന് മാത്രമേ പണം വരികയുള്ളൂ. രണ്ടാമത്തെ കാര്യം, അതിൽ എനർജിയുടെ ബാക്കി തുകയാണ് ഈ പറഞ്ഞത്. അവൻ സദാ പോസിറ്റീവ് ആയിരിക്കും. എല്ലാ കാര്യത്തിലും അവനത് വളരെ സിസ്റ്റമാറ്റിക് ആയി വളരെ പറയും, ഓക്കെ ദാറ്റ് വി കൻ ഡു ഇറ്റ്.
നമുക്കത് ചെയ്യാം, എനിക്കത് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യാം. അവന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും കാര്യത്തിലൊക്കെ. അവനങ്ങനെ വലിയ വിഷയങ്ങൾ വരില്ല. അവൻ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി ടിപ്പ് ടോപ്പിലേ നടക്കുള്ളൂ. ഇതൊക്കെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇതിൻ്റെ ശരിക്കും കോർ എന്ന് പറയുന്നത് അവൻ നല്ല എനർജറ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം അതിനനുസരിച്ച് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇത് നിങ്ങളിപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ഇന്നലെയും ഇന്നും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് വേണം സാറേ എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. ഒരുപാട് മെസ്സേജ് എനിക്ക് ഓഫീസിൽ വരുന്നുണ്ട്, എനിക്ക് ഇങ്ങോട്ട് നേരിട്ടും വരുന്നുണ്ട്. ഞാൻ അതിലാകെ 2 പേരെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് ഏകദേശം ഈ 7000 സംതിങ് വ്യൂസ് രണ്ട് വീഡിയോ, ഒന്ന് 7500 6800 വീഡിയോസും അതുപോലെ ബാക്കിയുള്ള വീഡിയോസിലും വന്നിട്ട് ആൾക്കാർ എനിക്ക് വന്ന എൻക്വയറീസ് ഇന്ന് കണക്ക് വെച്ചാൽ ഇന്ന് എനിക്ക് ഓഫീസിൽ വന്ന കണക്ക് ഈ മണി മാനിഫെസ്റ്റേഷൻ മാത്രം വന്ന എൻക്വയറീസ് 86 എൻക്വയറിയാണ് വന്നത്. ഇതിൽ ഞാൻ 2 പേരെ സെലക്ട് ചെയ്തിട്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ മണി അവരെല്ലാം 88 ആൾക്കാർ തന്ന എന്നെ സംബന്ധിച്ച പൈസ തന്നെയല്ലേ. ഞാൻ പറഞ്ഞ പൈസക്ക് ചിലപ്പോൾ അവർ വന്നെന്ന് വരും, അല്ലെങ്കിൽ അവരെ ഉള്ള പൈസക്ക് അവർ വന്നെന്ന് വരും. എങ്ങനെയായാലും എനിക്ക് പൈസ തന്നെയല്ലേ വരിക. എൻ്റെ ഉദ്ദേശം ക്ലാസ് നടത്തുന്ന പൈസ മേടിക്കുക അല്ലേ. അപ്പൊ എന്തിനാണ് ഈ 88 ആളിന് 2 പേരെ മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നത്? ശരിയായ നടപടിയാണോ സാറേ? അല്ലല്ലോ, സാറിന് പൈസ തന്നാൽ പോരെ. ഞാനതിൽ 3-4 ആൾക്കാരോട് എൻ്റെ ഇപ്പോൾ കോഴ്സിൽ വന്ന് 6 മറ്റേ കോഴ്സുകളിൽ പങ്കെടുക്കുന്ന 8ഓളം ആൾക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഈ കോഴ്സ് മാത്രം ചെയ്താൽ മതി. പതുക്കെ നിങ്ങളുടെ അവിടെ എത്തും. അവിടെ നിൽക്കട്ടെ. നിങ്ങൾ 2000 രൂപയുടെ കോഴ്സിന് വന്ന ലോ ഓഫ് അട്രാക്ഷൻ്റെ ആളോട് ഞാൻ പറഞ്ഞു, 10,000 രൂപയുടെ ജേർണി ടു ഹാപ്പിനെസ് വന്ന ആളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഒന്നും മാറണ്ട, അവിടെ ഇരിക്കട്ടെ, പതുക്കെ നമുക്ക് അവിടെ എത്താം, തിരക്ക് കൂട്ടണ്ട. എന്തുകൊണ്ടാണ് എനിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്കറിയോ? കാശ് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശമെങ്കിൽ 25,000 രൂപയുടെ മണി മാനിഫെസ്റ്റേഷനും മെന്റർഷിപ്പ് ഒക്കെ ആണെങ്കിൽ 1,00,000 രൂപയുടെ മെന്റർഷിപ്പും അടക്കമുള്ള പ്രോഗ്രാം ഉള്ള മണി മാനിഫെസ്റ്റേഷൻ എനിക്ക് പൈസ മേടിച്ചാൽ പോരെ. ഇവിടെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന രഹസ്യം ഇരിക്കുന്നത്. ഈ രഹസ്യം ഫോളോ ചെയ്യാത്ത ഒരാൾക്കും മണി ഉണ്ടാവില്ല. അവർക്ക് അഥവാ മണി ഉണ്ടായാലും അനുഭവിക്കാൻ പറ്റില്ല. നമുക്ക് മണി ഉണ്ടായാൽ മാത്രം പോരല്ലോ, അത് അനുഭവിക്കാൻ പറ്റണം അല്ലേ. ഇത് അനുഭവിക്കുന്ന ആരാണ്? ഈ ശരീരവും ഈ മനസ്സും ഈ ആത്മാവുമാണ് അനുഭവിക്കേണ്ടത്. 3 പേര് ഉള്ള ഒരു വീട്ടിലേക്ക് ഒരു കഷ്ണം പിസ്സ മേടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പൊ പിസ്സയാണല്ലോ ഇപ്പൊ ട്രെൻഡ്, മറ്റൊന്നും ഞാൻ പറയുന്നില്ല. ദോശ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയും, ദോശക്കൊന്നും വലിയ വിലയില്ല, ദോശക്കൊന്നും കാര്യമില്ല അല്ലേ, മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്ത വലിയ കാര്യമുണ്ട്. ഇപ്പൊ പിസ്സയാണ് ഇപ്പൊ ട്രെൻഡ്. അപ്പൊ ഒരു കഷ്ണം പിസ്സ കിട്ടിയാൽ, 3 പേരുള്ള വീട്ടിൽ ഒരു കഷ്ണം പിസ്സ കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക അവിടെ? ഇല്ലല്ലേ. എന്നാൽ ഒരാളുടെ വീട്ടിലേക്ക് ഒരു കഷ്ണം കിട്ടിയാൽ മതിയാവും അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മനസ്സ്, ശരീരം, ആത്മാവ് 3 ഘടകങ്ങളുണ്ട് നമ്മൾ അറിയാമല്ലോ. ഞാൻ പലപ്പെട്ടം പറഞ്ഞാണ്. ഇത് 3ഉം ഒരേ താളത്തിൽ നിൽക്കുമ്പോൾ, ഒന്നായി ചേരുമ്പോൾ പിന്നെ നമ്മൾ ഒരാളായി മാറി അല്ലേ. അല്ലെങ്കിൽ നമ്മൾ 3 പേരാ. ഇങ്ങോട്ട് പോകാമെന്ന് മനസ്സ് പറയും, വേണ്ടാന്ന് ആത്മാവ് പറയും, അല്ലെങ്കിൽ ശരീരം പറയും എനിക്ക് പോയ്യാന്ന് പറയും. 3 ആളും 3 സ്ഥലത്ത് പറയും അല്ലേ. അപ്പോൾ പെയിൻ കൂടുതലാണ്. പക്ഷെ 3 ഒരേപോലെ ആയി കഴിഞ്ഞാലോ, ഇപ്പൊ ഞാനിരിക്കുന്ന പോലെ ആയിരിക്കും. വേറെ ഒന്നുമില്ല, ഈ പറയുന്നത് തന്നെ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ പറ്റി വേണ്ടാന്നില്ല, ഇവിടെ നിർത്തണം തോന്നില്ല, എനിക്ക് വയ്യാൻ തോന്നില്ല, ഒന്നും തോന്നില്ല. കാരണം ഇത് ഇവിടേക്ക് തരിക എന്നുള്ള സമയത്ത് റെഡിയായി നിൽക്കുകയാണ്. ഈ സംഭവം എന്തുകൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് 3 സ്ഥലത്തേക്ക് പോകുന്നത്? ഇതിന്റെ ബേസ് എന്താണ്? എങ്ങനെയാണ് നമ്മുടെ ശരീരം അങ്ങനെ ആവുന്നത്? ക്ഷീണം. ഇന്നെൻ്റെ ഒരു സ്റ്റുഡന്റ്, വളരെ എൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണ്, മെസ്സേജ് അയച്ചു പറഞ്ഞു, സാറേ വല്ലാത്ത ക്ഷീണമാണ്, ക്ഷീണത്തിന് കരകയറാൻ പറ്റുന്നത്, എന്താണ് പോകുമ്പോഴേ? നിങ്ങൾ ക്ഷീണം ഉണ്ടായാൽ എന്ത് ചെയ്യും? എല്ലാവരും ഒന്ന് ഒരു ഉത്തരം പറയാം. നിങ്ങൾ ക്ഷീണം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരും പറയും. ഞാൻ പണ്ട് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നിങ്ങൾ പറയോ ക്ഷീണം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞാരെങ്കിലും. എന്തെങ്കിലും ഒരു കാര്യം. ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ യെസ് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞോ, വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്നു പറഞ്ഞോ, കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങും, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. യെസ്, റെസ്റ്റ് 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 അല്ലേ. ഓക്കെ, ഫൈൻ.
നോക്കൂ, പണ്ട് ഞാൻ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നേ, ക്ഷീണം വരുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്നുള്ള. ക്ഷീണം വരുമ്പോൾ ഭക്ഷണം കഴിക്കണം അല്ലേ? ക്ഷീണം വരുമ്പോൾ ഭക്ഷണം കഴിക്കണല്ലേ ശരിക്കും പറഞ്ഞാൽ? ഊർജ്ജം കുറയല്ലേ നമുക്ക് ശരിക്കും ക്ഷീണം വരുമ്പോൾ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ, എന്തായാലും അതിലേക്ക് പോയിട്ട് നമ്മൾ ഇതാക്കുന്നില്ല. ഇവിടെ നമ്മുടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ശരീരം എന്ന് പറയുന്ന സാധനം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. നിങ്ങൾക്കറിയാം, അതായത് പ്രകൃതിയിൽ 5 ധാതുക്കൾ അടങ്ങിയിട്ടാണ് ഒരു ശരീരം ഉണ്ടാവുന്നത്. അപ്പോൾ ശരീരം ഏതിനോടായിരിക്കും ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്? ഭൂമിയോടായിരിക്കും അല്ലെ? ശരീരത്തിന് ഭൂമിയാണ് ഏറ്റവും ഭൂമിയോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമേ ശരീരത്തിന് അതിന്റെ കൃത്യമായ വില ലഭിക്കുള്ളൂ, അത് കിട്ടുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷീണം ഇടയ്ക്കിടെ ഉണ്ടാകുന്നത്? എന്തിന്റെ കുറവാണ് നമുക്ക് ക്ഷീണം ഉണ്ടാവാൻ പ്രധാനമായ കാര്യം? ഇവിടെ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് കണക്ട് ചെയ്യണം. ഈ ക്ഷീണമുള്ള ആൾക്കാർക്ക്, പൊതുവെ ക്ഷീണം അനുഭവിക്കുന്ന ആൾക്കാർ, കൂടുതലായിട്ട് ക്ഷീണം അനുഭവിക്കുന്ന ആൾക്കാരിൽ പണം ഉണ്ടാവുമോ? എപ്പോഴും നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം. പലരും എന്നോട് പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് സദാ ക്ഷീണമാണ്, എപ്പോഴും നിങ്ങൾ ക്ഷീണമാണ്, റെസ്റ്റാണ്, അയ്യോ വയ്യ എന്നുള്ളതാണ് നിങ്ങളുടെ മാനസികാവസ്ഥയെങ്കിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ? അത് ഇതുമായിട്ട് എങ്ങനെയാ ബന്ധമല്ലേ? പണം വേറെ വഴി വരുന്നു, എൻ്റെ ആരോഗ്യം വേറെ വഴിയിലാണ് അല്ലേ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. ആരോഗ്യമില്ലാത്തവൻ, അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നതല്ല, ക്ഷീണം, ഊർജം, അത് നമുക്ക് പുറത്ത് കാണുന്നതല്ല. ഈ ഊർജം എന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയില്ലേ, എനർജി എടുക്കുന്ന സൂക്ഷ്മ ശരീരത്തിലാണല്ലോ, മറ്റു ശരീരത്തിലല്ലല്ലോ. ഇതിൽ ഊർജമില്ലെങ്കിൽ എന്താണ് പണത്തിന്റെ ആധാരം? എന്താണ് പണം? എന്താണ് നമ്മളെ സംബന്ധിച്ച്? പണം ഉണ്ടായാൽ നമുക്ക് എന്താ ലഭിക്കുക? ഊർജമാണ്. അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഊർജമാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ ഊർജം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഊർജം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഊർജം തന്നെ കൊടുക്കണം. മറ്റൊരു സാധനം കൊണ്ട് ഊർജം ഉണ്ടാക്കാൻ പറ്റുമോ? എവിടെയും ഉണ്ടാക്കിയിട്ടുണ്ടോ? എനർജിയുടെ പ്രിൻസിപ്പിൾ അറിയാലോ, E=mc² അല്ലെ? ഊർജം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എനർജി തന്നെ കൊടുക്കണം. പൈസ ഉണ്ടാക്കണമെങ്കിൽ പൈസ തന്നെ കൊടുക്കണം അല്ലേ? മണി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എനർജി കൊടുക്കണം. അത് നമ്മുടെ ഫിസിക്കൽ എനർജി ആവാം, നമ്മുടെ മറ്റെന്തെങ്കിലും എനർജികളാവാം. ഇവൻ കുരുമുളക് കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് കാശ് കിട്ടും. എന്താണ് കുരുമുളക്? ഇറ്റ്സ് എൻ എനർജി അല്ലേ? അതൊരു വസ്തുവാണ്, ഭൂമിയിൽ നിന്നൊരു വസ്തുവാണ്. നമ്മുടെ 6 മണിക്കൂർ 8 മണിക്കൂർ വർക്ക് ചെയ്ത എനർജി കൊടുത്താൽ അവർ നമുക്ക് പൈസ തരും. മറ്റൊരു രൂപ പണം കൊണ്ടുപോയി കൊടുത്താൽ പണം കിട്ടും. ഇതൊന്നും കൊടുക്കാതെ ഒരു സാധനം കൊടുക്കാൻ എൻ്റെ ഇല്ല. എനർജി ഉണ്ടോ? ഇല്ല. പൈസ ഉണ്ടോ? ഇല്ല. കുരുമുളകുണ്ടോ? ഇല്ല. ഏലക്കയുണ്ടോ? ഇല്ല. ഒന്നുമില്ല. പക്ഷെ എനിക്ക് പൈസ വേണം. ഇറ്റ്സ് ഇറ്റ് പോസിബിൾ? ഏതെങ്കിലും ലോകത്ത് നടക്കുമോ? എവിടെയെങ്കിലും നടക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് അങ്ങനെ സംഭവമുണ്ട്. പണ്ട് നമ്മുടെ പണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ എന്നറിയാലോ? മണിയുടെ പ്രത്യേകത അറിയാലോ, വീലാണ്, ചക്രം അല്ലെ? ഈ പണി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു? ബാർട്ടർ സിസ്റ്റം കേട്ടിട്ടുണ്ടാവുന്നു അല്ലേ? പശുവിനെ കൊടുത്താൽ കാളയെ വാങ്ങിക്കാം, അല്ലെങ്കിൽ കാളയെ കൊടുത്താൽ അരി മേടിക്കാം അല്ലേ? ഇങ്ങനെ സിസ്റ്റം ഉണ്ടായില്ലേ? അതായത് എന്തെങ്കിലും ഒന്ന് കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ മണി മാനിഫെസ്റ്റേഷനെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മണി വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളിൽ ഒന്നും കൊടുക്കാനില്ല. നിങ്ങൾ കൊടുക്കാനുണ്ട്, ഉണ്ടായിട്ട് നിങ്ങൾ പറയുന്നത് എന്താണ്? എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലില്ല, ഒന്നുമില്ല സാറേ, ക്ഷീണാ സാറേ, സുഖമില്ല സാറേ. അല്ല, എന്നോടല്ല ഞാൻ സാറേ എന്ന് വെറുതെ പറഞ്ഞതാണ്. പൊതുവെ നമ്മുടെ മാനസികാവസ്ഥ ഇതല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആ പണത്തിന് അവിടെ വരാൻ പറ്റുക? ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിന്റ്? അപ്പോൾ നമ്മൾ ഇവിടെ പരിശോധിക്കുന്ന വിഷയം ഇതല്ല. എന്തുകൊണ്ടാണ് എനിക്ക് ക്ഷീണം? എന്തുകൊണ്ടാണ് എനിക്കിത് പറ്റാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് പരാതിയുള്ളത്? എന്തുകൊണ്ടാണ് എനിക്ക് സുരക്ഷിതത്വ ബോധമില്ലാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ ഭയത്തോടുകൂടി ജീവിക്കുന്നത്? ഇതാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം. ഇപ്പൊ 2-3 വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു സിമ്പിൾ ആയിട്ട് ഉദാഹരണം ചോദിക്കാം. നമുക്ക് ആൾക്കാരോട് കടം മേടിക്കാൻ താല്പര്യമാണ് അല്ലെ? എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കടം മേടിക്കാൻ. റെഡി? എല്ലാവരും ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞു? യെസ്, ഐ ലൈക്ക് ഇറ്റ്. കടം മേടിക്കാൻ ഇഷ്ടമുള്ള എല്ലാവരും പറഞ്ഞു യെസ്, കടം മേടിക്കാൻ ഇഷ്ടമാണെന്ന്. കടം മേടിക്കാൻ ഇഷ്ടമുള്ളവർ, കടം മേടിക്കാത്തവരാരും ഇല്ലല്ലോ അല്ലേ? കടം മേടിക്കാൻ ഇഷ്ടമുള്ളത് പറഞ്ഞ്. ആരും ഇഷ്ടത്തോട് കടം മേടിക്കാനല്ലേ, ആയിപ്പോവാണ്. ഞാൻ അതിന്റെ തിരിച്ചു ചോദിക്കുന്നത്, നമുക്ക് കൊടുക്കാൻ ഇഷ്ടമാണോ?
കടം കൊടുക്കാൻ ഇഷ്ടമാണോ? സാർ ഇത് ഇന്ന് എന്തൊക്കെയാണ് ഈ പറഞ്ഞു പോകുന്നല്ലേ, ആകെ കൂടി കൺഫ്യൂഷൻ ആക്കി കളഞ്ഞല്ലോ. പണം കൊടുക്കാൻ ഇഷ്ടമാണ്, ഇതത് പറയും, നിർത്തിക്കോളാൻ പറഞ്ഞതാ. പണം കൊടുക്കാൻ ഇഷ്ടമല്ല നമുക്ക്. അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു സാധനത്തെ നമുക്ക് വാങ്ങിക്കാൻ ഇഷ്ടമായിരിക്കുമോ? അല്ലല്ലോ. നമുക്ക് കൊടുക്കാൻ ഇഷ്ടമില്ല, അപ്പൊ നമ്മൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുവോ? പെടാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ഈ ചാപ്റ്റർ മനസ്സിലായോ നമുക്ക്? നമ്മൾ കൊടുക്കാനുമില്ല, വാങ്ങിക്കുന്നുമില്ല. അതേപോലെ നിങ്ങൾക്ക് ഊർജം കൊടുക്കാൻ ഇഷ്ടമില്ല, പൈസ കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി കൊടുക്കാൻ ഇഷ്ടമല്ല. നമുക്ക് പറയാനുള്ള എനിക്ക് എനർജി ഇല്ല, എനിക്ക് പൈസ ഇല്ല, എനിക്ക് കഴിവില്ല, എനിക്ക് പേടിയാണ്, എനിക്കത് കിട്ടുന്നില്ല, എനിക്ക് അറിയില്ല. ഇല്ല 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 എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ സാധനത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റുക? പറ്റുമോ? ഒരിക്കലും പോസിബിൾ അല്ലാത്തത്. കാരണം പ്രപഞ്ച നിയമത്തിൽ ഇതില്ല. എനർജി കൊടുത്താൽ മാത്രമേ എനർജി കിട്ടുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നത് വിഷയമാണ്. ഇല്ല എന്നുള്ളത് നെഗറ്റീവാണ് കൊടുക്കുന്നത്, അല്ലെ? നെഗറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത്. എങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് തന്നെ കിട്ടും. നിങ്ങൾ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോൾ മറ്റവനും പറയും എൻ്റെ കയ്യിലും ഇല്ല. ക്ലിയർ അല്ലേ? ഞാൻ ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, നമ്മൾ എവിടെ മാറ്റപ്പെടുത്തിയാലാണ് നമുക്കിത് മാറ്റപ്പെടുത്തുക എന്ന് പഠിക്കണ്ടേ? ശരിയാണ്, സാറ് പറയുന്നത് ശരിയാണ്. പക്ഷെ ഇത് എവിടെയാണ് ഞാൻ മാറ്റപ്പെടുന്നത്? ഞാൻ ഇങ്ങനെയാണ് സാറ്, എനിക്കിത് മാറണം. എങ്ങനെയാണ് മാറുക? എവിടെയാണ് മാറ്റപ്പെടുത്തുക? ഇതല്ലേ നമുക്ക് ആവശ്യം. ഇതിന് നിങ്ങൾ അറിയേണ്ട കാര്യം, നമുക്ക് പലതരം ശരീരങ്ങളുണ്ടെന്ന് അറിയാമല്ലോ. മനുഷ്യൻ ഒരു ശരീരമല്ല, ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. അതിലേക്കെല്ലാം പോയാൽ കുറേ പോകേണ്ടി വരും. അറിയാലോ, രണ്ട് മാത്രം പറയാം. ഒന്ന് സൂക്ഷ്മ ശരീരവും ഒന്ന് സ്ഥൂല ശരീരവും, അല്ലെ? നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി, ഇതിനകത്ത് വേറൊരു ബോഡിയും കൂടി ഉണ്ട്, അല്ലെ? എനർജി സെൽസുകൾ അറിയുണ്ടോ? കേട്ടിട്ടുണ്ട്. ചക്രാസ് എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും. അറിയാലോ ചക്രാസ്, നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള കാര്യം. നമുക്ക് 7 ചക്രങ്ങളുണ്ട്. ചക്രങ്ങൾ സാധാരണ പറയുന്ന ട്രാൻസ്ഫോമേഴ്സ് ആയിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് നിൽക്കുന്ന, ബോഡിയിൽ ഓരോ സ്ഥലത്തേക്ക് വേണ്ട ഇലക്ട്രിസിറ്റി പമ്പ് ചെയ്യുന്ന, നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ ഇലക്ട്രിസിറ്റി വലിയ വലിയ ലൈനിൽ നിന്ന് വന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് കിട്ടുക? ചെറിയ ചെറിയ ട്രാൻസ്ഫോമറുകൾ വെച്ചിട്ടുണ്ട്, അല്ലെ? അതാത് സ്ഥലങ്ങളിൽ കുറേ ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമറിൽ നിന്ന് കുറേ വീടുകളിലേക്കുള്ള കണക്ഷൻ പോകും. ഇങ്ങനെയല്ലേ ഇലക്ട്രിസിറ്റി നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ട്രാൻസ്ഫോമർ അങ്ങനെ കാണാൻ പറ്റില്ല, ഒരു കൂടുതലായിരിക്കും. പക്ഷെ നാട്ടിലൊക്കെ ഇതിന്റെ മുകളിലാണ്. അപ്പൊ ഇത്തരം 7 ട്രാൻസ്ഫോമറുകൾ കൂടുതലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ കൂടുതൽ നമ്മൾ അവഗണിക്കുന്നത് 7 7 ട്രാൻസ്ഫോമറുകളുണ്ട്. ഈ ട്രാൻസ്ഫോമറിൽ നിന്നാണ് നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ട എനർജി കിട്ടുന്നത്. പ്രഭാകരന്റെ വീട്ടിലേക്ക് വേണ്ട വൈദ്യുതി അപ്പുറത്തെ ട്രാൻസ്ഫോമർ എന്നും, എൻ്റെ വീട്ടിലേക്ക് വേണ്ട വൈദ്യുതി ഇതാണ്. അതായത് ഞാൻ ഈ സംസാരിക്കുന്ന നാക്ക് കൊണ്ട് പറയേണ്ട കാര്യങ്ങളുടെ എനർജി കിട്ടുന്നത് എൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്ഫോമറിൽ നിന്നും, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കാലിന് കിട്ടേണ്ട എനർജി കൊടുക്കുന്നത് മറ്റൊരു ട്രാൻസ്ഫോമറുമാണ്. അങ്ങനെ 7 ട്രാൻസ്ഫോമറുകൾ ഒന്നിച്ച് ഒരേ സർക്കിളിൽ, ഒരേ സർക്യൂട്ടിൽ വരുമ്പോഴാണ് ഇത് കൃത്യമായി വർക്ക് ചെയ്യുക. ഇനി ഒരു ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കുറവും മറ്റേ ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കൂടുതലാണെങ്കിലോ, അല്ലെങ്കിൽ പൊതുവെ ട്രാൻസ്ഫോമറിൽ എല്ലാത്തിലും വോൾട്ടേജ് കുറവാണെങ്കിലോ, പിന്നെ ബൾബ് എങ്ങനെയായിരിക്കും കത്തുക? 110 ആണോ, ഇതൊരു 25 വോൾട്ട് ഉണ്ടോ എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണ് ഈ എനർജി ഇല്ലാത്തതിൻ്റെയും നമുക്ക് വിഷയമായി നമുക്ക് എന്താ പറയാ, ഈ ദാരിദ്ര്യത്തിൻ്റെയും ഈ എന്താ പറയാ മാനസിക സമ്മർദ്ദത്തിൻ്റെയും ഈ പിരിമുറുക്കത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ആകത്തുക ആ കിടക്കുന്ന സാധനത്തിലാണ്. ഇതിനെ മാറ്റപ്പെടുത്താൻ എന്താ ചെയ്യുക? അതിനെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുക മാത്രമേ പറ്റുള്ളൂ. ഇതിന് പറയുന്ന പേരാണ് ചക്രാസ്, ചക്ര ബാലൻസിങ്. ഞാൻ അത്രയൊക്കൊന്നും പോകുന്നില്ല, ചക്രാസിന്റെ ഡീപ്പിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ കോറായിട്ടുള്ള സാധനം പണവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് മാത്രം വരാം. മറ്റു ചക്രാസ് പറയുന്ന ഒരു 4 ദിവസമൊക്കെ പറയേണ്ടി വരും. അപ്പം ഇത് മാത്രം പറയാം. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും ഇരുന്ന പൊസിഷൻസ് ഒന്നൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എത്ര പേര് ഇപ്പോൾ ഇരുന്നപ്പോൾ നിങ്ങളുടെ എന്താ പറയാ നമ്മുടെ കൃത്യമായി നട്ടൽ നിവർത്തി വെച്ചുകൊണ്ട്
ഇരിക്കേണ്ട സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട്, സ്പൈനിൽ, ഓക്കെ, സ്പൈൻ പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട് എന്ന് ഒന്ന് നിങ്ങളൊന്ന് വിശകലനം ചെയ്യാം. കുറെ ആൾ ഇങ്ങനെ, കുറെ ആൾ ഇങ്ങനെ, കുറെ ആൾ ഇങ്ങനെ, കുറെ ആൾ കിടന്ന്, അല്ലേ? അങ്ങനെയെങ്കിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ഊർജം നമുക്കില്ലെങ്കിൽ നമുക്ക് ആക്ഷനുള്ള ഊർജം എവിടെ നിന്ന് കിട്ടും? ബുദ്ധന്റെ മെഡിറ്റേഷൻ പോസ്റ്റ് നിങ്ങൾക്ക് ബാക്കിൽ കാണാമല്ലോ അല്ലേ, എങ്ങനെയാണ് ഇരിക്കുന്നുള്ളത്. മെഡിറ്റേഷൻ പോസ്റ്റിലൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയോ? സുഖാസനത്തിലിരിക്കുക, അല്ലെ? സുഖം എന്ന് പറയുന്ന പേരാണ്. ഞാൻ പണ്ട് വിചാരിച്ചു എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാതെ, ഞാൻ പറയും ഇതിനെന്ത് പേരാണ് ഈ സുഖാസനം? ഇതിൽ ഒരിക്കലും ഇരിക്കാം, കായും കാലും വേദനിക്കുന്നത് താഴെ ഇരിക്കുമ്പോൾ, അല്ലേ? അപ്പോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ചക്ര ഉണ്ട്, അതിന്റെ പേരാണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂലാധാര ചക്രം എന്ന് പറയുന്നത്. ഈ മൂലാധാര ചക്രത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ മൂലാധാര ചക്രം അറിയാലോ. മൂലാധാര ചക്രം എവിടെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ആൾക്കാർക്ക് അറിയാമല്ലോ അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് സ്പൈനൽ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അവിടെ കിടക്കുന്ന സാധനമാണ് മൂലാധാര ചക്രം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഏറ്റവും ഈ ഇരിക്കുമ്പോൾ ഏറ്റവും ഇരുന്ന് നിങ്ങൾ നെട്ടലിലേക്ക് ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ നെട്ടലിന്റെ ഏറ്റവും താഴത്തെ ഭാഗം, ആ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാണ് മൂലാധാര ചക്രത്തിന്റെ കണക്ക്. ഈ മൂലാധാര ചക്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഭൂമിയും നമ്മളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. എർത്ത്, മനുഷ്യൻ എന്ന് പറയുന്ന ഈ രണ്ടിന്റെയും കണക്ടിവിറ്റി പോയിന്റ് ആണ് ഈ മൂലാധാര ചക്രം എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മനസ്സ് എന്ന് പറയുന്ന സംഭവത്തിന്റെ കൺട്രോളിങ് കംപ്ലീറ്റ് കിടക്കുന്നത് ഇവിടെയാണ്. ശരീരത്തിന്റെ മുഴുവൻ ഊർജം, മനസ്സിനുള്ള മുഴുവൻ ഊർജം കൊടുക്കുന്നത് ഈ മൂലാധാര ചക്രമാണ്. ശരീരത്തിന് വേണ്ട മുഴുവൻ ഊർജവും കൊടുക്കുന്നത് മൂലാധാര ചക്രമാണ്. പിന്നെയോ വേറെ ആർക്കാ ഒരു ഊർജം കൂടി വേണ്ടത്? നമ്മൾ മറ്റൊരാളുണ്ടല്ലോ, ആരാണെന്ന് പറയാൻ പറ്റുമോ? ശരീരമായി മനസ്സായി എന്നൊരാളും കൂടിയില്ലേ? അയാൾക്ക് വേണ്ട മുഴുവൻ ഊർജം കൊടുക്കുന്നത് ഇയാൾ തന്നെയാണ്. മൂന്ന് പേർക്കും വേണ്ട ഊർജം കൊടുക്കുന്ന കർത്തവ്യമാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോ അതിന് ഊർജം എവിടെ നിന്നായിരിക്കും കിട്ടുക? അതിന് ഊർജം കിട്ടുന്ന സ്ഥലമാണ് ഭൂമി എന്ന് പറയുന്നത്. അതാണ് ഭൂമിയും ഇതും തമ്മിൽ ഡയറക്റ്റ് കണക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഭൂമിയുമായി ഡയറക്റ്റ് കണക്ട്, എർത്തിലാണല്ലോ എല്ലാം കിടക്കുന്നത്. നമ്മൾ എർത്തിലാണല്ലോ, എർത്തിനപ്പുറത്ത് നമുക്കൊന്നുമില്ല. പൃഥ്വി, പഞ്ചഭൂതങ്ങൾ എല്ലാം ഉള്ള പൃഥ്വിയിലാണ് നമ്മൾ, അല്ലെ? ആ പ്രപഞ്ചത്തിൽ, ആ പ്രപഞ്ചത്തിനുമായിട്ട് മുഴുവൻ കണക്ടിവിറ്റി കിടക്കുന്ന ഈ സാധനം നമ്മൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത്ര വർഷത്തിനടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു സാധനമാണ് എന്നെ ഇത്രയും നിലനിർത്തുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ലല്ലേ? വളരെ കുറച്ച് പേര്, ഇത് അറിഞ്ഞവർ. അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഈ മൂലാധാരം ചെയ്യുന്ന ഔട്ട്പുട്ട് എന്താണെന്നറിയോ? എന്താണ് അത് പ്രവർത്തിക്കുന്നതെന്നറിയോ? അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഭൗതികവും ആത്മീയവുമായ സമ്പന്നത നൽകുക എന്നതാണ് അതിന്റെ പർപ്പസ്. ഭൗതികവും ആത്മീയവുമായ, അല്ലെ? എന്താണ്? ഒന്ന് ശരീരം, മനസ്സ്, ആത്മാവ്. ഈ ആത്മാവിന് വേണ്ട എല്ലാം നൽകുകയും ശരീരത്തിന് വേണ്ട ഭൗതികമായ കാര്യങ്ങൾ, മനസ്സിന്റെ സംതൃപ്തിപ്പെടുത്തുന്നതുമായ ഭൗതിക കാര്യങ്ങൾ മുഴുവൻ ലഭിക്കുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അബൻഡൻസ്. വെരി ഗുഡ് പോയിന്റ്, താങ്ക് യു വെരി മച്ച്. അത്തരം ആ ഒരു സാധനം നമുക്ക് ബാലൻസ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് നിങ്ങളുമായി കണക്റ്റഡ് ആണോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഞാൻ ഈ പറയുന്ന 2 or 3 കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ സാധനം നിങ്ങൾക്ക് ആക്ടിവേറ്റഡ് അല്ല എന്ന് മനസ്സിലാക്കുക. ഫുള്ളായിട്ട് എനർജൈസ് ആയില്ല എന്ന് മനസ്സിലാക്കുക. അത് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടോ? സദാ ദുഃഖം അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ്ഡ് അല്ല. ഏറ്റവും കൂടുതലായിട്ട് മാനസിക സമ്മർദ്ദം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? റൂട്ട് ചക്ര ബാലൻസ്ഡ് അല്ല. അല്ലെങ്കിൽ ഇതിന് പറയാം, ഈ സംഭവത്തിന്റെ അതായത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിന്റെ റിസൾട്ടാണ് ഈ സാധനം ബാലൻസ് അല്ലാതിരിക്കുന്നത്. അങ്ങനെ പറയാമല്ലോ, രണ്ടും തിരിച്ചാണ് അല്ലേ? എന്നും നിങ്ങൾ ദുഃഖത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഊർജം ഉണ്ടാവില്ല.
പിന്നെ ഒന്ന് നമ്മുടെ ഫുഡ് ശരീരത്തിന് ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഫുഡ് ഒരു ഇതാണ്. പോഷകാഹാരമില്ലാതെ ജീവിച്ചാൽ അവിടെയും ഇത് സംഭവിക്കും. അപ്പോൾ ഒരു പോയിന്റ് നിങ്ങൾക്ക് നേരത്തെ ആയിട്ട് കണക്ട് ചെയ്ത് കിട്ടിയല്ലോ. എന്തുകൊണ്ടാണ് പണക്കാരന്റെ മകൻ പണക്കാരനായിക്കൊണ്ടിരിക്കുന്നത്? അവനില് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവില്ല, അവൻ ദുഃഖം വല്ലാണ്ട് ഉണ്ടാവില്ല, പോഷകാഹാരക്കുറവ് ഉണ്ടാവില്ല. ദരിദ്രന്റെ മകനും ഇത് മൂന്നും അവന്റെ കൂടെ പുറപ്പുണ്ടാവും അല്ലെ? അപ്പൊ അവനെ ബാലൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതിന്റെ സയന്റിഫിക് സംഭവം വശം പിടിയിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇനി മൂലാധാര ചക്രത്തിൽ അതിന്റെ ബാലൻസ് കുറഞ്ഞ് നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം. എവിടെയൊക്കെയാണ് നമുക്ക് ഇത് എഫക്റ്റ് ആവുന്നതെന്ന് മനസ്സിലാക്കാം. ഒന്ന്, സുരക്ഷിതത്വ ബോധം ഉണ്ടാവില്ല. എപ്പോഴും ആങ്സൈറ്റി ആയിരിക്കും. ഉണ്ടോ? എഗ്രി? എനിബഡി ഇസ് ദേർ വിത്ത് ആങ്സൈറ്റി? സുരക്ഷിതത്വ ബോധമില്ലാത്ത എത്ര പേരുണ്ട് ഇവിടെ? രണ്ടാമത്, ധനത്തെക്കുറിച്ചുള്ള ഭയം. ഭൗതികം ഞാൻ നേരത്തെ പറഞ്ഞു. ധനത്തെ പറ്റി ഓർക്കുമ്പോൾ ഭയമാണ്. മണിയെ പറ്റി ഓർത്തോ? ഇല്ല സാറേ, അറിയില്ല സാറേ, ഇല്ലട്ടോ, ഇന്ത്യയിൽ ഇല്ലട്ടോ. ഭയമാണ്, മുഴുവൻ ഭയമാണ്. ഇത് ഈ ഒറ്റ കാര്യമുണ്ട്. ഇനി എന്താ പറയാ, പൈസ വരുന്ന നമ്മുടെ മുമ്പിലേ കൂടി ഇങ്ങനെ വരുന്ന കാണാം. ദേ വന്നു, ദേ വന്നു, ദേ വന്നു, സാധനം കയ്യിൽ പോകും. നമുക്ക് കിട്ടില്ല. പണത്തെ ആകർഷിക്കാനുള്ള കഴിവുണ്ടാവില്ല. പണത്തെ ആകർഷിക്കണ്ടേ? കിട്ടിയില്ല, കിട്ടിയില്ല. ആരെ കിട്ടും? നാളെ കിട്ടും. സംഭവം കൈ വന്നില്ല. കിട്ടി, അഥവാ കിട്ടി, അതേപോലെ അങ്ങ് പോയി. വരുന്നു, അതേപോലെ പോയി. ഇതും ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന വിഷയം അല്ലേ? അതായത് ഇത്ര സിമ്പിളായിട്ട് പറയാം. മൂലാധാരം രണ്ട് പ്രവണത, രണ്ട് വർക്കാണ് നടത്തുന്നതിന്. ശരിക്കായിട്ട് രണ്ട് പ്രവൃത്തി. അതായത് ഒന്ന് ഹൈ വോൾട്ടേജും ഒന്ന് ലോ വോൾട്ടേജും. എളുപ്പത്തിൽ പറഞ്ഞത്. അല്ലെങ്കിൽ പറയാം, ഒന്ന് ജഡത എന്ന് പറയുന്ന രൂപം. ജഡത അറിയാലോ നമുക്ക് മലയാളത്തിൽ. എന്താണ്? ജഡത രൂപമാണ് മൂലാധാരത്തിന്റെ ഒരു മേഖല. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഉത്സാഹമുള്ള അവസ്ഥ. ജഡതയാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ഇവിടെ സംഭവിക്കും. എല്ലാം കംപ്ലീറ്റ് എനിക്ക് വയ്യ എന്നുള്ള അവസ്ഥയായിരിക്കും. ഉത്സാഹമുള്ളവനാണെങ്കിൽ പിന്നെ അവൻ അങ്ങ് പോവുകയാണ്. ഒരു കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിൽ റെഡിയാണ്. ഞാനൊക്കെ 10 മണിക്കൂർ എൻ്റെ ഒരാഗ്രഹമുണ്ട്. പറ്റുമെന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ സമയം ഇങ്ങനെ സംസാരിക്കാൻ, ഓഡിയൻസിനോട് സംസാരിക്കാനുള്ള ഒരു ഗിന്നസ് റെക്കോർഡിന് അപ്ലൈ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ആയിട്ടില്ല, കുറേ സമയം എടുക്കും. എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ നിന്ന് പറയാനുള്ള ഊർജ്ജം ഉണ്ടാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂലാധാര ചക്രത്തിൽ ഉയർത്തുന്നതിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. ജഡതയുള്ളവൻ ദാരിദ്ര്യത്തിലേക്കും ഉത്സാഹമുള്ളവൻ, രണ്ടും എന്താ പറയാ, ഇന്റർ കണക്റ്റഡ് ആണ്. ജഡതയാണ് നിങ്ങളുടെ മൂലാധാര ചക്രത്തിലുള്ളെങ്കിൽ ദാരിദ്ര്യം ഉറപ്പാണ്, യാതൊന്നും സംശയമില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നിങ്ങളുടെ ഉത്സാഹമാണ് നിങ്ങളുടെ മൂലാധാര ചക്രത്തിലുള്ളെങ്കിൽ സമ്പത്ത് ഉറപ്പാണ്. വേറെ ഒന്നും ഒരു കാര്യം ആലോചിക്കണം, വെറുതെ ഇരുന്നാൽ മതി, എല്ലാം നടന്നോളൂ. ഇത് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ആകെ കൂടി എന്തൊക്കെയോ എവിടെയൊക്കെ പിടിച്ചല്ലേ? ആണോ? റെഡിയാണോ ഇതിനും പറഞ്ഞാല്? ഫുള്ള് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ദിനേശ് മുഖത്തിന്റെ ക്ലാസ്സിലേക്ക് ആരെങ്കിലും വരുമോ? യെസ്. ഇനി ഇതിനെയാണ് നമ്മൾ മാറ്റപ്പെടുത്തേണ്ടത്. ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റപ്പെടുത്തും? എങ്ങനെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? എങ്ങനെ അതാണ് ഞാൻ നേരത്തെ ആദ്യം നിങ്ങളോട് പ്രതിജ്ഞ എഴുതാൻ പറഞ്ഞത്. പരാതികൾ, പരിഭവങ്ങൾ, കഷ്ടപ്പാടുകൾ, നഷ്ടങ്ങൾ അല്ല കണ്ടൊക്കെയാണ് ഈ സാധനത്തിന്റെ ഊർജം കുറയുന്നത്. ഉത്സാഹം ഉണ്ടാകുന്നവർ ആരെങ്കിലും പരാതി പറയുമോ? ഉത്സാഹമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ആരെങ്കിലും പരാതി പറയുമോ? ഇല്ലല്ലോ. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞു? ഉത്സാഹമുള്ളവർ ആരെങ്കിലും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉത്സാഹം തന്നെ അറിയാലോ അല്ലേ? സദാ ആക്റ്റീവായ ഒരാളാണ് ഉത്സാഹവതി എന്ന് പറയുന്നത്. അത് സന്തോഷമായിരിക്കും എപ്പോഴും. അവൻ പറയില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എന്താണ്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പ്രതിജ്ഞ എഴുതിച്ചത് നമുക്ക് ഫസ്റ്റ് തന്നെ. ഇപ്പൊ മനസ്സിലായല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇത് ഇങ്ങനെ ഇല്ലാത്തൊരാളെ, മൂലാധാര ചക്രത്തിൽ എനർജി ആക്ടിവേറ്റ് ചെയ്യാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നമ്മൾ പണം ഉണ്ടാക്കാൻ പറ്റുക? അവരിലേക്ക് പണം വരാൻ സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെ അത് മനസ്സിലാക്കാത്ത ഒരാളെ ഞാൻ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിന് കൊണ്ടുപോയാൽ എനിക്ക് ഇത്രയും സമയം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? സാധിക്കും എന്നാണ് അതിൽ ഉത്തരം. കാരണം അവിടെയാണ്
നിങ്ങളെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കഥയുണ്ട്. നമ്മൾ നേരത്തെ ഞാൻ ഇന്നലെ നിങ്ങളോടൊരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫോർഡ് ഹെൻറിയുടെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ടത് പറഞ്ഞത്? നമുക്കെല്ലാം പഠിക്കാൻ പറ്റുമോ? സാധ്യമല്ല. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് പഠിക്കാമല്ലോ. ഇതുകൊണ്ടാണ് ആ പ്രോഗ്രാം ഞാൻ എല്ലാവരോടും പറയുന്നത് ഫേസ് ടു ഫേസ് പ്രോഗ്രാമാണ്. നിങ്ങൾ കോമൺ ആയിട്ട് വന്നിരുന്നിട്ട് പഠിക്കേണ്ട കാര്യമല്ല. മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ് ഞാൻ നടത്തുന്ന ആ കോഴ്സ് 1-to-1 കോഴ്സായി മാറുന്നത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയാണ് ഈ വിഷയം കിടക്കുന്നത്, ഏത് കാര്യത്തെ ട്യൂൺ ചെയ്താലാണ് നിങ്ങളെ ശരിയാക്കി എടുക്കുക എന്ന് നേരിട്ട് സംസാരിക്കും മനസ്സിലാവും. എന്നൊരു സഹോദരി എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, സാറ് ഒരു 2 കാര്യം പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സൊന്ന് സ്വസ്ഥമായി, ഒന്ന് ശാന്തമായി. ഇനി എനിക്ക് പലതും പറ്റും. പിറ്റേ ദിവസം തന്നെ 2-3 കാര്യങ്ങൾ നേടുകയും ചെയ്തു. അവർ മനസ്സ് സ്വസ്ഥമായപ്പോൾ ഞാൻ മിറാക്കിൾസ് ഒന്നും കാണിച്ചിട്ടില്ല. സംഭവിക്കും അല്ലെ? അവർ പറഞ്ഞ കാര്യമാണെന്ന്. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പറയണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞു പോയിരുന്നു. ഇന്ന് മറ്റൊരു അനുഭവം ഉണ്ട്, ഭയങ്കര രസമുള്ളൊരു അനുഭവമാണ്. അത് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു പോകാം. എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് തിരുവനന്തപുരം പോകാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. നാളെയാണ് യാത്ര, അല്ല ഇന്ന് രാത്രിയാണ് യാത്ര. വൈകിട്ട് വരെ കൺഫേം ആയിട്ടില്ല ടിക്കറ്റ്, ജനറലാണ്. അവർ ഫ്രണ്ട്സ് എല്ലാത്തിനും റിസർവേഷൻ കിട്ടി, പുള്ളിക്ക് മാത്രം കിട്ടിയില്ല. അങ്ങനെ മെസ്സേജ് അയച്ചു, ഞാൻ ആ ടെൻഷനിലാണ് എന്ന് പറഞ്ഞു. എന്നോട് ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ ആ ടിക്കറ്റ് കൺഫേം ആകാത്ത ടെൻഷനിലാണ്. എങ്ങനെ രാത്രി തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുക സീറ്റില്ലാതെ എന്ന ടെൻഷനിലാണ്. അപ്പം ഞാൻ വെറുതെ നമുക്ക് ആ ഒരു ഇത് വരുന്ന അങ്ങ് പറഞ്ഞുകൊണ്ട്, ഇപ്പം തന്നെ നിങ്ങൾ ടിക്കറ്റ് കൺഫേം ആകുമെന്ന് ജസ്റ്റ് ഞാനത് ഒരു ടൈപ്പ് ചെയ്തിട്ടു, ഇപ്പം തന്നെ നിങ്ങൾ ടിക്കറ്റ് കൺഫേം ആകുമെന്ന് പറഞ്ഞു. അവർ താഴെ വിട്ടു, സംഭവം വിട്ടു. അടുത്ത 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വോയിസ് മെസ്സേജ് വന്നു, എൻ്റെ ടിക്കറ്റ് കൺഫേം ആയിട്ടോ, എല്ലാം റെഡിയായി, ഞാൻ യാത്ര പോകാണ് രാത്രി. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ, മാജിക് ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞാണ്. ഇത് വർക്ക് ചെയ്യും, ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ സാധനം വർക്ക് ചെയ്യും. ഇത് നമ്മളല്ല വർക്ക് ചെയ്യുമ്പോൾ യൂണിവേഴ്സ് ഒരു കണക്ഷൻ തരികയാണ്, ഒരു ചാലകമായി മാറുകയാണ്. ചിലപ്പോൾ നിങ്ങളെ വിഷയങ്ങളെ കണ്ടുപിടിക്കാൻ ഞാനൊരു ചാലകമായിരിക്കാം. അത് ചാലകമാണെന്ന് പ്രകൃതി എന്നാണോ തീരുമാനിക്കുന്നത് അന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വരികയുള്ളൂ. അതുവരെ വരില്ല, അതുവരെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല. പ്രകൃതി തീരുമാനിക്കണം, നിങ്ങൾ പൊക്കുക, നിങ്ങൾ ദിനേശ് മുഖത്തിൻ്റെ അടുത്ത് പോവുക, അവർ പറയുന്ന നിങ്ങളെ അലൈൻ ചെയ്യാൻ വിട്ടുകൊടുക്കുക, ചെയ്യാൻ പറ്റുന്ന ചെയ്യും എന്ന് പ്രകൃതി എന്താണോ പറയുന്നത് അപ്പോൾ നിങ്ങൾ വരും. അതിന് പക്ഷെ നിങ്ങൾ ബോധപൂർവ്വം ആക്ഷൻ എടുക്കാതെ പ്രകൃതി വരില്ല. ഇപ്പം ഇവിടെ വന്ന് ഈ ക്ലാസ്സിൽ വന്ന ആൾക്കാർ എല്ലാവരും പുറത്ത് നിന്നാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ലായിരുന്നു അല്ലേ? ആർക്കും അറിയില്ല. നിങ്ങൾ എങ്ങനെയോ കണ്ടപ്പോൾ തോന്നി. നേരത്തെ സാറ് ഫസ്റ്റ് വന്ന് സാറ് പറഞ്ഞു, ഞാൻ വീഡിയോ കണ്ടു, എന്നപ്പോൾ സാർ വീഡിയോ ഇത് സൂമിൽ പങ്കെടുക്കട്ടെ എന്ന് കരുതി വന്നതാണ്. ഇതെങ്ങനെയാണ്? നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടാണ് വന്നത്, അല്ലെങ്കിൽ വരില്ലല്ലോ. അപ്പൊ ആക്ഷൻ നിങ്ങൾ എടുക്കണം, എങ്കിൽ മാത്രമേ വരുള്ളൂ. ആക്ഷൻ എടുക്കാതെ മാറി നിന്നാൽ അവിടെ ഇരിക്കുള്ളൂ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വരാത്തവരുണ്ട്, അവർ ആക്ഷൻ എടുക്കുന്നില്ല. അതുകൊണ്ട് അത് അവരുടെ ഒരു ചോയ്സാണ്. യെസ്, എല്ലാവരും അങ്ങനെയാണ് വന്നത്. ആക്ഷൻ എടുക്കും. ഷീലാമാമിന്റെ ഒക്കെ പ്രത്യേകത വെച്ചാൽ ഒറ്റയടിക്ക് ആക്ഷനാണ്, ഇമ്മീഡിയറ്റ് ആക്ഷനാണ്. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വണ്ടർഫുൾ റിസൾട്ട് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. ഞാൻ ഒരു പോയിന്റ് നിങ്ങളോട് പറയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പ്യൂരിഫൈഡ് ആണെങ്കിൽ, നിങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും പ്യൂരിഫൈഡ് ആണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് എടുക്കുന്ന ഡിസിഷൻ ഉണ്ടല്ലോ, ക്വിക്ക് ഡിസിഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് മാത്രമായിരിക്കും പെർഫെക്റ്റ്. അത് സൂപ്പർ പെർഫെക്റ്റ് ആയിരിക്കും ചെയ്യും. നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും. അതുകൊണ്ടാണ് ഈ പണക്കാരൊക്കെ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ ക്വിക്കായിട്ട് ഗുണകരമായി മാറിപ്പോകുന്നു. ഒറ്റ സെക്കൻഡിൽ എടുക്കുന്ന ഡിസിഷൻസ് ആണ്. അവരതുവരെ ഒന്നും പറയില്ല. ഒറ്റ സെക്കൻഡിൽ എടുക്കുന്ന ഡിസിഷൻസ് സൂപ്പർ ആയിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരു സെക്കൻഡിൽ പറഞ്ഞ കാര്യമാണത്. എനിക്കത് ആലോചിച്ചിട്ടോ കിട്ടുമോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ അതൊന്നും ആലോചിച്ച് പറഞ്ഞതല്ല. എങ്ങനെയാണ് റെയിൽവേയുടെ പോസിബിലിറ്റി, ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ പൊതുവെ ട്രെയിൻ യാത്ര വളരെ കുറച്ച് ചെയ്തതാണ്. അങ്ങനെ ചെയ്തിട്ട് എനിക്ക് അത് റിസൾട്ട് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്നെ നാട്ടിൽ പോയപ്പോൾ വൈഫും കുട്ടികളാണ്, അവർ എന്നെ ഇവിടെ ഉള്ളവരാണ്, പക്ഷെ അവരുടെ ഇനിഷ്യേറ്റീവിലാണ് ഞാൻ വന്ദേ ഭാരതിൽ ഒന്ന് കയറിപ്പോയത്. എനിക്കത് ആവശ്യം വരുന്നില്ല, വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ടിക്കറ്റിന്റെ പോസിബിലിറ്റിയെ പറ്റി എനിക്കറിയില്ല. ഞാൻ വെറുതെ നമുക്ക് പെട്ടെന്ന് ഒരു ഇത് കിട്ടി, അതങ്ങ് പറഞ്ഞു. അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഒരു സംഭവം റെഡി ആയിരിക്കണം. നമ്മളുടെ ഒരു ക്ലാരിറ്റി വരണം. ഇത് ക്ലാരിറ്റി വരണമെങ്കിൽ നമ്മൾ ഈ സാധനത്തെ, നമ്മുടെ ചക്രാസിനെ ബാലൻസ് ചെയ്ത് നിർത്തണം. അപ്പം ഞാനിത് എങ്ങനെ ചെയ്തതെന്നും കൂടി പറഞ്ഞുതരാം. ഞാൻ ഈ ചക്ര എങ്ങനെ ബാലൻസ് ചെയ്ത്, ഞാൻ ചക്രയുടെ യോഗ പഠിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചക്ര ബാലൻസ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ഞാൻ കുറച്ച് ഒന്നാമത് നല്ല ഹൈറ്റുള്ള ആളാണ്, കാലും കൈയൊക്കെ നല്ല വെയിറ്റുള്ള ആളാണ്. എനിക്ക് താഴെ ഇരിക്കാൻ പറ്റില്ല, നിലത്തിരിക്കാൻ പറ്റില്ല.
പ്രത്യേകിച്ച് ചമ്മണം പടഞ്ഞിരിക്കാന്നല്ലേ നിങ്ങൾ പറയാം. ചമ്മണം പടഞ്ഞിരിക്കാൻ എനിക്ക് പറ്റിയില്ല, ഒരിക്കലും ചിന്തിച്ചത് പോലെ ജീവിതത്തിൽ അങ്ങനെ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഈ പ്രോസസ്സിൽ വന്നപ്പോൾ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞു, ഇത് നീ എന്ത് തന്നെയാലും ചെയ്തില്ലെങ്കിൽ നീ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ നിനക്ക് പറ്റില്ല. നീ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തണം. പല മെഡിറ്റേഷൻ ചെയ്യുന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ ഇരിക്കുക, അതൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ മൂലാധാര ചക്രവും ഭൂമിയുമായി ഒരു ഡയറക്റ്റ് കണക്ടിവിറ്റി എപ്പോഴാണോ കൃത്യമായി കിട്ടാതിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മൂലാധാര ചക്രം ആക്ടിവേറ്റ് ആവില്ല. അപ്പോൾ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഇതെനിക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് ഇത്രേ അറിയുള്ളൂ, ഇരിക്കണതേ പറ്റുള്ളൂ. പിന്നെ ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റ ഉടനെ നല്ല വേദനയോട് തന്നെ, കൈയും കാലും നടുവൊക്കെ നല്ല വേദനയിൽ തന്നെ കുറേ നേരം ഇരുന്ന് ശീലിച്ചതാണ്. ചിലപ്പോൾ 2 മിനിറ്റ് ഇരിക്കാൻ പറ്റും, 3 മിനിറ്റ് ഇരിക്കാൻ പറ്റും, 5 മിനിറ്റ് ഇരിക്കാൻ പറ്റും. പിന്നെ കാലൊക്കെ എടുത്ത് നിവർത്തി കുറച്ചു നേരം വെച്ച് വീണ്ടും ഞാൻ എൻ്റെ ആദ്യത്തെ ഈ പരിപാടി തുടങ്ങിയത് നമ്മുടെ സ്പിരിച്വൽ റീഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ട വായനകളും എഴുത്തും ഒക്കെ ഞാൻ ഇങ്ങനെയാണ് പതുക്കെ തുടങ്ങിയത്. അത് ചെയ്യാനുള്ള, ആ മൊബൈലിൽ ചെയ്യാനുള്ള സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് പതുക്കെ ഇരുന്ന് ലെവലാക്കി കൊണ്ടുവന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ ഊർജ്ജം ഞാൻ പറഞ്ഞു ഏത് സമയത്ത് റെഡിയാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇപ്പൊ ചെയറിലാണ് ഇരിക്കുന്നത്, അതും കൂടി നിങ്ങളോട് സീക്രട്ട് പറഞ്ഞുതരാം. ചെയറിലാണ് ഇരിക്കുന്നത്, പക്ഷെ എൻ്റെ ഒരു കാലിന്റെ മുട്ട് എടുത്തിട്ട് പാദം മൂലാധാര ചക്രത്തിന്റെ അടിയിലാണ് കിടക്കുന്നത്, അതിന്റെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ പാദം കൊണ്ട് ഈ സാധനത്തെ തട്ടി നിർത്തും. എത്ര മണിക്കൂർ വേണേലും ഇരിക്കാം. ഇങ്ങനെ ഇരിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ? റിസീവിങ് പൊസിഷൻ. യെസ്, ഇങ്ങനെ ഇരിക്കുന്ന ആളെ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. എൻ്റെ ഇന്റർവ്യൂ വീഡിയോ കണ്ടാൽ നിങ്ങൾ അതിന് കൃത്യമായി കാണും. ഇവിടെ കാണാറില്ല. യെസ്, ഇങ്ങനെയാണ് ഇരിക്കും. ഇത് ഞാൻ ഇതിനെ ഉയർത്തി. ഇതുകൊണ്ട് എനിക്ക് എന്താ ഗുണം കിട്ടിയെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ സദ്ഗുരു ഇസ് ദ ഗ്രേറ്റ് ആൻസർ ഫോർ ദിസ്. പുള്ളി പറയുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്താ ഗുണം കിട്ടിയെന്ന് വെച്ചാൽ, നല്ല എനർജറ്റിക് ആയിരിക്കും എപ്പോഴും. മണിയെ പറ്റിയിട്ടുള്ള ഒരു ഫിയർ പോലും ഉണ്ടാവില്ല. മണീനെ പറ്റി ഒരു ഫിയർ ഉണ്ടാവില്ല. ഇന്ന് ഒരു ദിവസം ഞാൻ അതിന്റെ എക്സാമ്പിളൊക്കെ പലവട്ടം ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു ഫിയർ ഉണ്ടാവില്ല, മണി വരും. ആ ഫിയർ എന്നാണോ നമ്മളിൽ നിന്ന് മുമ്പിലോട്ട് കടന്നു പോകുന്നത്, അപ്പോൾ മാത്രമാണ് നമ്മൾ റിച്ച്നെസ് ആവുള്ളൂ. ഇത് കടക്കാൻ പ്രാക്ടീസ് ചെയ്യണം. ഇത് കടക്കാൻ നമ്മൾ കുറേ സാധനങ്ങൾ ചെയ്യണം. ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇതിനാണ് നിങ്ങൾക്കൊരു മെന്ററിന്റെ ആവശ്യമുള്ളത്, ഒരു ഗുരുവിന്റെ ആവശ്യമുള്ളത്. നിങ്ങളുടെ കറക്റ്റ് ചെറിയ ഫൈൻ ട്യൂണിങ് ചെയ്ത് കൊടുത്താൽ നിങ്ങളൊക്കെ എവിടെ എത്തും എന്നറിയോ. എല്ലാവരും എൻ്റെ പഴയ ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ അത്രയും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങളൊന്നും ഇങ്ങോട്ട് ക്ലാസ്സിൽ കയറി വരണ്ട, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. കാരണം പുതിയതായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഇതൊന്നും അതിൻ്റെ അപ്പുറത്തേക്ക് ലെവലിലേക്ക് അവർ പോയി കഴിഞ്ഞു. ഇവിടെ ഒരു ഫൈൻ ട്യൂണിങ് മാത്രം നൽകി കൊടുത്താൽ മതി. ഇപ്പൊ എൻ്റെ പുതിയ ക്ലാസ്സിൽ ഹീൽ ആൻഡ് മാനിഫെസ്റ്റിന് ഇന്നലെ പേയ്മെന്റ് ചെയ്തവരുണ്ട്. അവരോട് ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞത് അത്രയാണ്, നിങ്ങൾക്ക് സമയമുണ്ട്, നമുക്ക് പതുക്കെയാണ് ട്യൂൺ ചെയ്യുന്നത്. മനി മാനിഫെസ്റ്റേഷൻ കോഴ്സ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഇവിടെ കേൾക്കുന്നുണ്ടാവും. അവരും ഓരോ ആളെ ഇൻഡിവിജ്വൽ വിളിച്ചിട്ട് ഏതാണ് സംഭവം എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ മാത്രം കൊടുത്താൽ മതി, ബാക്കി അങ്ങ് പൊക്കോളും. സൂപ്പറായിട്ട് പോകും. കുറച്ച് നോളജ്. ഇങ്ങനെ നമ്മൾ തിയറി പറയുന്ന പോലെ ഇവിടെ നിന്ന് ക്ലാസ് പറഞ്ഞു കൊടുത്തിട്ട് ഒരു മാറ്റം ആർക്കും ഉണ്ടാവില്ല. ഞാൻ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് കാശ് മേടിക്കുന്നത്. റിസൾട്ട് മാത്രമാണ് ലക്ഷ്യം. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ തന്ന പൈസ തിരിച്ചു മേടിച്ച് പൊക്കോളും, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ നൽകുന്നത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവാനാണ്. അതിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കണം നിങ്ങൾ. വെറുതെ സാറിന് 2000 കൊടുത്തു, ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും കേൾക്കാം, വീഡിയോ കാണാം, ആഴ്ചയിൽ ഒരു ദിവസം കയറാം. ദയവ് ചെയ്ത് വരരുത്. കാരണം അത് എൻ്റെ എനർജിയെ കുറയ്ക്കും. നിങ്ങൾ 10 പേര് പേയ്മെന്റ് തന്നിട്ട് 10 പേരിൽ എപ്പോഴെങ്കിലും ഒരു ദിവസമാണ് ക്ലാസ്സിൽ വരുന്നതെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കണേ? അതുകൊണ്ട് കാശ് തരുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കണം. നിങ്ങൾക്ക് തരാൻ ഞാൻ കമ്മിറ്റഡ് ആണ്, അതുപോലെ അത് റിസീവ് ചെയ്യാൻ നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ വെള്ളം കൊണ്ടുപോയി കുടത്തിൽ കമിക്കുന്നവരെ പുറത്തോട്ട് വെറുതെ കളയുന്ന പോലെ ആവും. അന്ന് എനിക്കോ ഗുണമുണ്ടാവില്ല, കിട്ടിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കമ്മിറ്റഡ് ആണ്, ഇത് വാങ്ങിക്കാൻ കമ്മിറ്റഡ് ആണെങ്കിൽ പൈസ വന്നോളൂ. നിങ്ങൾ തന്ന കാശിന്റെ 10 ഇരട്ടി മൂല്യം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരികയാണ് എൻ്റെ പണി. അതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. അത് കിട്ടിയിരിക്കും. അത് ചിലപ്പോൾ ഞാൻ ക്ലാസ്സിൽ വന്നവരോട് പറയുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക വഴക്ക് പറഞ്ഞെന്ന് വരും, ചില സമയത്ത് ഞാൻ ശാഠ്യം പിടിച്ചെന്ന് വരും, ചിലപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചെന്ന് വരും. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ ക്ലാസ്സിൽ വന്ന ഒരാളും 6 മാസത്തേക്കോ 3 മാസത്തേക്കോ 4 മാസത്തേക്കോ വേണ്ടി വരുന്നതല്ല. നിങ്ങൾ ലൈഫ് ടൈമാണ്. നിങ്ങൾക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ ഉണ്ടാവും. കാരണം ലൈഫ് ടൈം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉയർന്നു കഴിയുമ്പോഴാണ് നിങ്ങൾ പുതിയ ചോദ്യമായി എൻ്റെ അടുത്ത് വരിക. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അടുത്ത തലത്തിലേക്ക് പോകണം. then I should go back to the same again.
റീഡ് അഗെയിൻ ദാറ്റ് വൺ, മനസ്സിലാക്കുക, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ പ്രോസസ്സ്. ഞാൻ ഇങ്ങനെയേ ചെയ്യുള്ളൂ. എനിക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ മണി തിരിച്ചു വാങ്ങിക്കണമെന്ന് എല്ലാവരോടും ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. കാരണം നിങ്ങൾ തരുന്ന കാശിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ തരുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കണം. അതിന് നിങ്ങളും ഞാൻ രണ്ടുപേരും വർക്ക് ചെയ്യണം. ഞാൻ മാത്രം വർക്ക് ചെയ്തുകൊണ്ടോ നിങ്ങൾ മാത്രം വർക്ക് ചെയ്തുകൊണ്ടോ കാര്യമില്ല. ഇതാണ് എൻ്റെ സൂപ്പർ കമ്മിറ്റ്മെന്റ്. ആ കമ്മിറ്റ്മെന്റ് നിറവേറ്റാൻ സദാ ഞാൻ ആയിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ പറയും പറ്റില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ 86 പേരിൽ 2 പേരെ മാത്രം സെലക്ട് ചെയ്തത്. മറ്റുള്ളവര് റീസൺ 1-2 അല്ല കേട്ടോ, കുറെ റീസൺസ് ഉണ്ട്. അത് എനർജി മാത്രമല്ല, എനർജി ബൂസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നവർ ബൂസ്റ്റ് ചെയ്യും. പക്ഷെ മൈൻഡ് സെറ്റ്, പരാതി, പരിഭവം, ഇത് പറയുന്നവർ എങ്ങനെ മാറ്റിയെടുക്കാം? അത് നിങ്ങൾ സ്വയം മാറ്റണം. എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ നാവിൽ വന്നിട്ട് ഇത് പറയരുതെന്ന് പറഞ്ഞ് അവിടെ വെക്കാൻ പറ്റുമോ? തുന്നി ചേർക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരു ചെറിയൊരു കഥ പറഞ്ഞു പോകാൻ, അപ്പോഴും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കഥ പറഞ്ഞു പോകാം. ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസി, ആ ഗ്രാമത്തിന്റെ പുഴയിൽ അക്കരെ ഒരു വേശ്യാസ്ത്രീയും ഉണ്ടായിരുന്നു. സന്യാസി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദേവാലയൊക്കെ കഴിഞ്ഞ് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുകയാണ്. മറ്റുള്ളവർ കണ്ട്. വേശ്യാസ്ത്രീ അറിയാലോ, അവരുടെ ജീവിതം അതുപോലെയാണ്. ഇവർ രണ്ടുപേരും മരിച്ചു. അങ്ങനെ ചിത്രഗുപ്തന്റെ അടുത്തെത്തി. നമ്മുടെ ചിത്രഗുപ്തൻ ഉണ്ടല്ലോ, ഒരാളെ കടക്കലിൽ നോക്കി എങ്ങോട്ട് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലെ, അതറിയാലോ കഥ. അങ്ങനെ ചിത്രഗുപ്തന്റെ അടുത്തെത്തി 2 തീരുമാനമായി. സന്യാസിയെ പിടിച്ചിട്ട് നരകത്തിലും വേശ്യാസ്ത്രീയെ പിടിച്ച് സ്വർഗത്തിലും ഇട്ടു. പൊക്കോളാൻ പറഞ്ഞു 2 പേര്. അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളായി. സന്യാസി വിടുവോ? സന്യാസി പറഞ്ഞു, ഇത് എന്തൊരനീതിയാണ്. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയിലും മറ്റും ആയി ജീവിതം ഹോമിച്ചാണ് ജനങ്ങൾക്ക് വേണ്ടി നൽകിയതാണ്. എന്നെ എന്തിനാണ് നരകത്തിലേക്ക് പറഞ്ഞത്? ഞാൻ സ്വർഗത്തിൽ ജീവിക്കാൻ, സ്വർഗത്തിലെത്താൻ പൂർണ്ണമായി യോഗ്യനായ മനുഷ്യനാണ്. വേശ്യാസ്ത്രീ ഒന്നും പറഞ്ഞില്ല. പുള്ളി വെറുതെ അങ്ങനെ നിൽക്കുകയാണ്. കാരണം പുള്ളി ഏത് കിട്ടിയാലും ഒരേപോലെയാണ്. കാരണം ജീവിതം എന്താണെന്ന് അനുഭവിച്ചറിയാം. അപ്പോ കണക്ക് പുസ്തകം നോക്കിയപ്പോ, ഓരോ ദിവസത്തെ കണക്ക് നോക്കിയപ്പോഴും ഒറ്റ കാര്യമാണ് സംഭവിച്ചത്. അപ്പുറത്തെ വേശ്യാസ്ത്രീ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ ഓരോ ദിവസവും പുഴയുടെ ഇക്കരക്കരയിൽ നോക്കിയിട്ട് പറയുന്നത്, ഓ സന്യാസി എത്ര നല്ല മനുഷ്യനാണ്, എത്ര ദയാനുകമ്പയുള്ള മനുഷ്യനാണ്, എത്ര നല്ല ഒരു ആത്മാവാണ്, എന്നും ഇങ്ങനെയൊക്കെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ മതിയല്ലോ, ഇങ്ങനെ ആയാൽ മതിയല്ലോ ജീവിതത്തെ എന്ന് പറഞ്ഞ് എന്നും സന്യാസിയെ ഗ്രാറ്റിറ്റ്യൂഡ് നൽകിക്കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. പക്ഷെ സന്യാസി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഇത് കണ്ടിട്ട് തിരിച്ച് അങ്ങോട്ട് നോക്കി പറഞ്ഞു, ഓ ഇവരെന്ത് ജീവിതമാണ്, എന്ത് കഷ്ടാണ് ഇവരുടെ ജീവിതം, എങ്ങനെ ഇവരൊക്കെ നന്നാവുക, ഇവർക്ക് സ്വർഗത്തിൽ പോകണം, ജീവിച്ചു പോകും, നരകമല്ലേ ഇവരുടെ ജീവിതം തന്നെ എന്ന് പറഞ്ഞ് പരാതികളും പരിവട്ടവും അസൂയയും മറ്റൊക്കെയാണ് സന്യാസിയുടെ അവസ്ഥ. അപ്പോൾ ആർക്കായിരിക്കും സ്വർഗം കിട്ടുക? ആർക്കായിരിക്കും നരകം കിട്ടുക? പ്രവൃത്തികളെക്കാളും ചിന്തകൾക്കാണ് പ്രധാനം. എന്താണ് ചിന്തിക്കുന്നത് എന്നതാണ് പ്രധാനം. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നത് വളരെ പ്രധാനം കുറഞ്ഞവയും, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം, അല്ലേ? ഞാൻ ഇപ്പോഴും പറയേണ്ടത്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി തീരും. അതുകൊണ്ടാണ് അവർ നേരെ സ്വർഗത്തിൽ പോയത്. കാരണം അവരത് ചിന്തിച്ചുകൊണ്ടിരുന്നു, അത് നല്ലതായി മാറി, അവിടെ എത്തുമ്പോൾ സ്വർഗം കിട്ടി. ഇതൊരു സൂപ്പർ ഐഡിയ ആണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയപ്പോ പറഞ്ഞ് കമന്റ് ചെയ്തേ. യെസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ, ഇതെവിടെയെങ്കിലും ഒരു ഐ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ പറഞ്ഞ് ഇഷ്ടപ്പെട്ട. യെസ്, നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം, സമയം പോയല്ലേ. കുറേ കഥ പറഞ്ഞപ്പോൾ സമയം പോയി, സോറി. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. യെസ്, ഇതുപോലെ നിങ്ങൾ സ്വയം തീരുമാനിക്കുകയാണ്, ഞാൻ കമ്മിറ്റഡ് ആണ്, എനിക്ക് മാറ്റം ഉണ്ടാക്കാൻ ഞാൻ കമ്മിറ്റഡ് ആണ്, സാറിന്റെ കൂടെ വരാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണം, എത്ര പൈസ വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കാം. നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കുന്നുവോ? നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാം, മനസ്സിന് സ്വസ്ഥപ്പെടുത്തുന്ന ജേർണി ടു ഹാപ്പിനെസ്സിന് വരാം, മണി മാനിഫെസ്റ്റേഷൻ വരാം, ഹീൽ ആൻഡ് സോൾ മാനിഫെസ്റ്റേഷൻ വരാം, ഹീൽ ആൻഡ് മാനിഫെസ്റ്റിന് വരാം, എന്ത് വരെങ്കിലും വരാം. നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ, സൂപ്പർ എന്താ പറയുക, നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ കമ്മിറ്റഡ് എന്ന് ഐ എന്ന് ടൈപ്പ് ചെയ്യും. ഐ എന്ന് ടൈപ്പ് ചെയ്യും. നിങ്ങൾ കമ്മിറ്റഡ് ആണ്, നിങ്ങൾക്ക് വേണ്ടി കമ്മിറ്റഡ് ആണെങ്കിൽ ഐ എന്ന് ടൈപ്പ് ചെയ്യും. അതിന് മാത്രമാണ് ഞാൻ കമ്മിറ്റഡ് ആണെന്നുള്ളത്.
ആയി. യെസ് യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഇഷ്ടമുണ്ടെങ്കിൽ, മണിയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മണി മാനിഫെസ്റ്റേഷൻ വന്നോളൂ. നിങ്ങൾക്ക് സമാധാനമാണ് വേണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്താണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ജേർണി ടു ഹാപ്പിനെസ് വന്നോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സാധനം അട്രാക്ട് ചെയ്തെടുക്കാനാണ്, എക്സാമിന് വിജയിക്കാനാണ്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനെ സ്വന്തമാക്കാനാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ഭവനം നേടാനാണ്, കല്യാണം കഴിയാനാണ്, അങ്ങനെയുള്ള ആവശ്യമാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ചേർന്നോളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി എൻ്റെ മനസ്സ് സ്വസ്ഥതയില്ല, തീരെ സ്വസ്ഥതയില്ല, ഇതൊന്നും പ്രാക്ടീസ് സ്വസ്ഥതയില്ല, എനിക്കൊന്ന് എന്നെ ശരിയാക്കി എടുക്കണമെങ്കിൽ ഹീൽ ആൻഡ് മാനിഫെസ്റ്റിന് വന്നോളൂ. തീരുമാനം നിങ്ങളുടേതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ വെച്ച് കോഴ്സ് സെല്ല് ചെയ്യുക എൻ്റെ പരിപാടിയല്ല. നിങ്ങൾക്ക് അഡ്മിനുമായി ബന്ധപ്പെടാം, നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ ആവശ്യം പറയാം, അതിനനുസരിച്ച് കോഴ്സ് അവർ തരും, പൈസ അവർ പറയും. നിങ്ങൾക്ക് ഇഷ്ടം ആണെങ്കിൽ, പൂർണ്ണമായ ഇഷ്ടമാണെങ്കിൽ ചേരുക, നിങ്ങൾ മാറ്റം ഉണ്ടാക്കുക. പഠിപ്പിച്ചു തരാൻ ഞാനിവിടെ റെഡിയാണ്. എനിക്കറിയാത്ത വിഷയങ്ങളാണെങ്കിൽ ഞാൻ മറ്റുള്ള എക്സ്പേർട്ടിന്, മറ്റു ഗുരുക്കന്മാരെ കൊണ്ടുവരും, അല്ലെങ്കിൽ മറ്റു ഗുരുക്കന്മാരിൽ നിന്ന് ഞാൻ പോയി പഠിച്ചിട്ട് വരും. എല്ലാവർക്കും എല്ലാം അറിയില്ലല്ലോ അല്ലേ, സാധ്യമേ ആവില്ല. റെഡിയായിട്ട് അത് ചെയ്തിരിക്കും. പക്ഷെ നിങ്ങളാണ് വാക്കെടുക്കേണ്ടത്, നിങ്ങളാണ് കമ്മിറ്റ്മെന്റ് എടുക്കേണ്ടത്. ഞാൻ മാറാൻ ആവശ്യമാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് ദിനേശ് സാർ പറഞ്ഞതൊക്കെ ശരിയാണ്, എനിക്ക് മാറ്റം ഉണ്ടാകും, സാറിലൂടെ സാധിക്കുമെന്ന് നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വിശ്വാസം വരുന്നുണ്ടെങ്കിൽ, എന്നെ ഈ സംസാരിച്ചാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ വരിക. അല്ലെങ്കിൽ നിങ്ങൾ എന്നും ഇതുപോലെ തുടരുക, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് പോകുക എന്ന് മാത്രം ഓർമ്മിച്ചൊപ്പിച്ചുകൊണ്ട്, ഞാനൊന്നും വിൽക്കാനോ വന്നതല്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു ഇത് കിട്ടിക്കാണുമെന്നുണ്ട് അല്ലേ. അപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുക. മറ്റുള്ളവരോട്, യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാൻ മറന്നുപോയി, നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും 10 പൈസ വരുമാനം അതിനകത്ത് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ഒരു കമൻറ്റും കൂടി ഇടുക, ഷെയർ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ആൾക്കാർക്ക്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും പറയുക. ഇന്നൊരു എൻ്റെ സുഹൃത്ത് നല്ലൊരു നിർദ്ദേശം പറഞ്ഞു. താങ്ക് യു ഫോർ ഹിം. കുറച്ച് സൗണ്ട് കൂടിപ്പോയി, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടിപ്പോയി, അതൊന്ന് തിരുത്തണം. നാളെ തിരുത്തും, നാളത്തെ വീഡിയോയിൽ തിരുത്തായിരിക്കും ഡെഫിനറ്റ്ലി. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ദിവസം പിരിയട്ടെ. താങ്ക് യു.